അനുവദിച്ചാൽ പരിഹാരമേകിയാൽ എന്തിനെന്ന് ചോദിക്കുക എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു. എന്തിനെന്ന് ചോദിക്കുക എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം കേട്ട ഒരു വചനം 32 സങ്കീർത്തനത്തിൽ ഞാൻ എന്നെ ഉപദേശിച്ച് അവൻ നടക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്. ദൈവം ഒരാളോട് സംസാരിക്കുന്നുവെങ്കിൽ ആ വചനം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുവെങ്കിൽ അതിന് ഒരു ദർശനമുണ്ട്. ആ ദർശനം അതിന് പറയുന്ന വഴിയുടെ ഉദ്ദേശമായിരുന്നു. അങ്ങനെ വരുമ്പോൾ എതിരുകൂടാതെ തന്നെ ഉപദേശിക്കുന്നത് ദൈവമാണെന്ന് ഏറ്റവും ആദ്യം ഉറപ്പ് വരുന്നു. അതിനുശേഷം തന്നെ ഉപദേശിച്ച് ദൈവമാണ് എന്നെ ഉപദേശിക്കുന്നതെങ്കിൽ, എന്നോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ മുമ്പിൽ അതിനുള്ള വഴി തുറന്നിട്ടുണ്ടാവും. അത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പ്രാണൻ കണ്ടിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ് എന്നിൽ ഉഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. എന്നോട് കർത്താവ് പറയുകയാണ്, രസങ്ങളുള്ള നിർജ്ജനമായ വഴിക്ക് പോകാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ വഴിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഫിലിപ്പോസിന് കാണുന്നില്ല, ഫിലിപ്പോസിന്റെ പ്രാണൻ കാണുന്നുണ്ട്. ആ കാഴ്ചപ്പാടിലാണ് പിന്നീടുള്ള യാത്ര. മനുഷ്യൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, മറ്റുള്ളവർ പറയുന്ന പോലെയല്ല. ദൈവം പറഞ്ഞിട്ടാണ് ഞാനും ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ വഴി കർത്താവിന്റെ അടുക്കൽ എത്തുന്ന വരെയുള്ള കാഴ്ച നമ്മുടെ പ്രാണൻ കാണും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ആ ഒരു ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമി മസാ നാളിലെ പോലെയും നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. അത് നമ്മൾ വെറും വാക്കോടെ കേൾക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ആദ്യം കേൾക്കുമ്പോൾ അത് പോഷത്വം തോന്നാം. പക്ഷെ ശ്രദ്ധിച്ചാൽ പ്രാണൻ കാണുന്നുണ്ട്. എങ്ങനെ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാനായിട്ട്, യോർദാനിൽ കുളിക്കാനായിട്ട് എലീശ പ്രവാചകൻ പറഞ്ഞു. നയമാനത് കൈക്കൊള്ളാൻ മനസ്സില്ല, അത് അവന് യുക്തമായിട്ട് തോന്നുന്നില്ല. അവനത് വഴിക്ക് പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എലീശ പ്രവാചകൻ പറഞ്ഞ ആ ശബ്ദം അവൻ ശ്രദ്ധിച്ചു കേട്ടാൽ താൻ പോകുന്നതും യോർദാനിൽ 7 പ്രാവശ്യം പോകുന്നതും ശുദ്ധനായി തീരുന്നതും അവന്റെ പ്രാണൻ കാണുന്നു. ഒരല്പസമയം അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. അതിന് മനസ്സില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ അപകടത്തിൽ വീഴുന്നത്. നീ അമാലേക്കിനൊക്കെ സംഹരിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു, ആ വാക്ക് കേട്ടോണ്ട് പോയതാ. ആ വാക്ക് കേട്ടോണ്ട് പോയപ്പോഴപ്പോ മനുഷ്യന്റെ വാക്ക് അതിനപ്പുറം വന്നു. അങ്ങനെ അവൻ തെറ്റിപ്പോയി. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവന്റെ പ്രമാണങ്ങളെ അനുസരിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടു പോകുകയും. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് നമ്മുടെ പ്രാണൻ അതിനാലുള്ള നന്മ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ദുഷ്കർമ്മികളുണ്ടാകും. ലോകത്തിൽ നമ്മുടെ ബുദ്ധിക്ക് തന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള പല ചിന്തകളും നയമാനെ പോലെ വരാം. ദുഷ്കർമ്മികൾ ശൗലിന്റെ നേരെ വന്നതുപോലെ വരാം. അങ്ങനെ പലതരത്തിൽ വഴിതെറ്റിക്കാനായിട്ട് വരും. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിച്ചു കേട്ട് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് കിട്ടാൻ വരുന്ന ശ്രദ്ധ വെച്ച് കർത്താവ് പറയുന്നത് കേട്ട് അതിനെ അനുസരിക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ പ്രാണൻ അതിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നുണ്ട്. അതിനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. അല്ലാത്തതൊക്കെയും കിടന്ന് കുഴയുന്ന പ്രശ്നത്തിലാണ്. പല വിഷയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവമായിട്ട് വന്നിരിക്കുകയാണ്. ഞാനത് ആ വചനത്തിൽ നിന്ന് അനവധി പേരുടെ അനുഭവമായിട്ട് തട്ടിച്ചു നോക്കി. എന്റെയും ആ അനുഭവത്തിൽ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇതാ ദൈവം നമുക്ക് തരുന്ന കൽപ്പനകളും ആലോചനകളും നിർദ്ദേശങ്ങളും എല്ലാം ഹൃദയപൂർവ്വം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു വഴിയുണ്ട്.
അതിൽ നിന്ന് തെറ്റിക്കാനായി ദുഷ്കർമ്മികൾ വരും, സ്വന്തം ആലോചന വരും, ബുദ്ധി എതിരായിട്ട് വരും, യുക്തി എതിരായിട്ട് വരും, പലതരത്തിലുള്ള സാഹചര്യം പ്രതികൂലമായിട്ട് വരും. എന്നാൽ നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലുള്ളത് പോലെ ഞാൻ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എന്റെ കർത്താവിനോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നു. അതിന്റെ അന്തം എന്തായിത്തീരുമെന്ന് എന്റെ പ്രാണൻ കാണുന്നു എന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നവൻ ആ പരമമായ ലക്ഷ്യത്തിലെത്തും. അവൻ നമ്മുടെ മനുഷ്യരും നമ്മെ സ്വാധീനിക്കേണ്ട, ലോകത്താരും നമ്മളോട് അതിനെതിരെ പറയണ്ട. പിന്നെയോ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നവൻ അതിന്റെ അറ്റം കണ്ടുകൊണ്ടാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം കൽപ്പിച്ച കൽപ്പനകളെ അവസാനത്തോളം നിവർത്തിക്കാനുള്ള ഒരു തീരുമാനവുമായി മുമ്പോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുട്ടികളെ അവിടെ പ്രാർത്ഥിക്കാം. ദൈവമേ